പിറന്നുവീണ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തു പോരാടിയ ഹമാസിൻ്റെയും ഫലസ്തീനികളുടെയും ഇതുവരെയുള്ള ചെറുത്തുനിൽപ്പുകളൊന്നും തന്നെ പാഴാകാൻ പോകുന്നില്ല. സയനിസ്റ്റ് ഭീകരവാദികളുടെ വെടിക്കോപ്പുകൾ കൊണ്ട് ഫലസ്തീനി പോരാളികളുടെ മനോവീര്യത്തെയും ദൃഢനിശ്ചയത്തെയും മറികടക്കാനാകുമെന്നും പ്രതീക്ഷിക്കേണ്ട. അതിന് നെതന്യാഹുവിന് ഈ ജന്മം മതിയാകില്ല. വെറുതെ പറയുന്നതല്ല. പാശ്ചാത്യ രാജ്യങ്ങളും അവർക്ക് ഓശാന പാടുന്ന മാധ്യമങ്ങളും ഈ വിലയിരുത്തലിലേക്ക് ചുവടുമാറ്റിയിരിക്കുന്നു. യാഥാർത്ഥ്യത്തെ അവർ പോലും ഉൾക്കൊള്ളുന്നു. ഹമാസിനോടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെടുന്നുവെന്ന് കാണിക്കുന്ന സുപ്രധാന സൂചനകളെ വിശദമായി പരിശോധിക്കാം. ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ച് ഇസ്രായേൽ നേതൃത്വത്തിനുള്ളിൽ ഭിന്നത രൂക്ഷമാണെന്നതാണ് ഒന്നാമത്തെ കാര്യം. ഹമാസിനെ താൽക്കാലികമായി അധികാരത്തിൽ തുടരാൻ അനുവദിച്ചിട്ടാണെങ്കിൽ പോലും വെടിനിർത്തലിന് ഇസ്രായേലിന്റെ ഉന്നത ജനറൽമാർ ശ്രമിക്കുകയാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള ഭിന്നത രൂക്ഷമാക്കി. ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയിട്ടേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടിൽ നിന്നും ഏറെ വിഭിന്നമാണ് ഇസ്രായേൽ ഉന്നത ജനറൽമാരുടെ അഭിപ്രായങ്ങൾ. ഹിസ്ബുള്ളയിൽ നിന്നുള്ള ഭീഷണി രൂക്ഷമായതും ഇസ്രായേൽ ബന്ദികളുടെ ദുരവസ്ഥയും യുദ്ധത്തിനുള്ള സൈനിക സന്നദ്ധത സംബന്ധിച്ച ആശങ്കയും മറ്റു പ്രതിസന്ധികളും സയനിസ്റ്റ് ഭരണകൂടത്തിന് മുന്നിലുള്ള കനത്ത വെല്ലുവിളികളാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഉടനടി കൈക്കൊള്ളുക എന്നതാണ് നെതന്യാഹുവിന് മുന്നിൽ ഇനിയുള്ള ഏക പോംവഴി. രാജ്യത്തിന്റെ സൈനിക സന്നദ്ധതയെക്കുറിച്ചുള്ള ആശങ്ക ന്യൂയോർക്ക് ടൈംസ് വിവരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദശാബ്ദങ്ങളിലെ ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധത്തിലൂടെ ഇസ്രായേലിന് നീണ്ട പോരാട്ടം നടത്താനാവില്ലെന്ന് ചില ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു. ബഡ്ജറ്റിലെ പരിമിതികളും രാജ്യത്തിന്റെ വരുമാനത്തിന്റെ സിംഹഭാഗം പ്രതിരോധത്തിനു വേണ്ടി വിനിയോഗിക്കുന്നതും ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. പ്രധാന സഖ്യകക്ഷികളിൽ നിന്നുള്ള ആയുധ കയറ്റുമതിയിൽ ഗണ്യമായ കുറവുണ്ടായതും ഇസ്രായേൽ ഭരണകൂടത്തിന് തിരിച്ചടിയായി. ഗസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനുള്ള ചില ആയുധങ്ങളുടെ കയറ്റുമതി നിർത്തിവെക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ കയറ്റുമതി നിർത്തിവെച്ചിട്ടില്ലെന്നും ബൈഡൻ വിശദമാക്കുന്നുണ്ട്. ഇസ്രായേലിനുള്ള അമേരിക്കൻ ആയുധ വിതരണത്തിൽ ശ്രദ്ധേയമായ ഇടിവുണ്ടായതായും വിവിധ റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ ഇസ്രായേലിലേക്കുള്ള ബ്രിട്ടീഷ് അംഗീകൃത ആയുധ കയറ്റുമതിയിലും യുദ്ധം ആരംഭിച്ചതിന് ശേഷം 95% ഇടിവുണ്ടായി. ഇത് 13 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം നിർണായകമായ സൈനിക ഉപകരണങ്ങൾക്ക് ഇസ്രായേൽ ക്ഷാമം നേരിട്ടു. ആയുധങ്ങളുടെ അപര്യാപ്തതയും കുറഞ്ഞുവരുന്ന അന്താരാഷ്ട്ര പിന്തുണയും ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റിനെ അക്ഷരാർത്ഥത്തിൽ തളർത്തി. ഇതാണ് ഇടവേളയില്ലാതെ തുടരുന്ന പോരാട്ടത്തിന്റെ സാധ്യത സംബന്ധിച്ച് പുനർവിചിന്തനം നടത്താൻ ഇസ്രായേലിന്റെ ഉന്നത ജനറൽമാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. വെടിനിർത്തലിനുള്ള ഇസ്രായേൽ ജനറൽമാരുടെ ആഹ്വാനത്തിന് കാരണമായി തീർന്ന സുപ്രധാന ഘടകമാണ് ഹിസ്ബുള്ളയിൽ നിന്നുള്ള ഭീഷണി. ഒക്ടോബർ മുതൽ ലെബനീസ് മിലിഷ്യ ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലുമായി കനത്ത പോരാട്ടം കാഴ്ചവെച്ചു. വടക്കൻ ഇസ്രായേലിലേക്ക് മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഇടയ്ക്കിടെ വിക്ഷേപിച്ച് ഹിസ്ബുള്ള സയനിസ്റ്റുകളുടെ ഉറക്കം കെടുത്തി. ഇത് ഇസ്രായേൽ ഹിസ്ബുള്ള സമ്പൂർണ്ണ യുദ്ധത്തിന് കാരണമാവുമോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കാനിടയാക്കുകയും യുദ്ധഭീതി ഉണ്ടാക്കുകയും ചെയ്തു. ഹമാസിനോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ഹിസ്ബുള്ള തങ്ങളുടെ സൈനിക നടപടികൾ സംബന്ധിച്ച് സുപ്രധാന പ്രഖ്യാപനങ്ങളും നടത്തി. ഹിസ്ബുള്ളയുടെ ഗണ്യമായ ആയുധ ശേഖരവും ഹിസ്ബുള്ള പോരാളികളുടെ എണ്ണവും ഇസ്രായേലിന് കാര്യമായ ഭീഷണികളായിരുന്നു. ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ മാത്രം ശേഷി ഹിസ്ബുള്ളയ്ക്കുണ്ടെന്ന് വിലയിരുത്തലുകളുണ്ടായി. ഗസയിലെ സമ്പൂർണ്ണ വെടിനിർത്തൽ ലെബനൻ ഇസ്രായേൽ അതിർത്തിയിലെ ശത്രുതയ്ക്ക് വിരാമമിടുമെന്ന് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി ലീഡർ ഷെയ്ഖ് നെയിം കാസിം വ്യക്തമാക്കിയതുമാണ്. ഗസയിലെ തടവിൽ കഴിയുന്ന ഏകദേശം 120 ഇസ്രായേലികളുടെ ദുരവസ്ഥയും ഇസ്രായേലി ജനറൽമാരുടെ വെടിനിർത്തൽ ആഹ്വാനത്തിന് കാരണമായിട്ടുണ്ട്. ബന്ദികളുടെ മോചനം ഉറപ്പാക്കണമെങ്കിൽ ഏറ്റവും ഫലപ്രദമായ മാർഗം സന്ധി ചെയ്യുന്നതായിരിക്കുമെന്ന് ഇസ്രായേൽ ജനറൽമാർ വിശ്വസിക്കുന്നു.
ഇസ്രായേൽ സൈന്യത്തിനും സമാനമായ നിലപാട് സ്വീകരിച്ച് മാത്രമേ മുന്നോട്ടു പോവാനാവൂ. കാരണം നിലവിലുള്ള സംഘർഷത്തിനു പുറമെ ബന്ദികളെ രക്ഷിക്കുകയെന്നത് ഇസ്രായേൽ സൈന്യത്തിന് ശ്രമകരമായ ദൗത്യമാണ്. ഇസ്രായേൽ ബന്ദികളെ അവരുടെ സ്വദേശത്തേക്ക് ഘട്ടം ഘട്ടമായി തിരിച്ചയക്കുന്ന വെടിനിർത്തലിന്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങളെ പ്രധാനമന്ത്രി നെതന്യാഹു ഇതുവരെ എതിർക്കുകയാണ് ഉണ്ടായത്. നീണ്ടു നിൽക്കുന്ന സംഘർഷം പൊതുജനങ്ങളെ കൂടുതൽ അക്ഷമരാക്കുന്നതിനോടൊപ്പം യുദ്ധത്തിൽ നിന്നും പിന്തിരിയാത്ത നെതന്യാഹുവിന്റെ നിലപാട് വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും അദ്ദേഹത്തിന്റെ രാജിക്കുള്ള ആഹ്വാനത്തിനും കാരണമായി തീർന്നു. യുദ്ധത്തിൽ അടിയന്തരമായ ഇടവേളയെങ്കിലും അനിവാര്യമാണെന്ന് അടിവരയിടുകയാണ് ഈ സംഭവ വികാസങ്ങൾ മുഴുവനും. സംഘർഷം ഇഴഞ്ഞു നീങ്ങുമ്പോൾ സൈന്യവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള ഭിന്നത വ്യാപകമാവുകയാണ്. ഭാവിയിലെ സമാധാന ശ്രമങ്ങൾക്ക് അടിത്തറയിടുന്നതിനുള്ള പ്രായോഗിക സമീപനത്തിനായി ഇസ്രായേൽ ജനറൽമാർ നെതന്യാഹുവിനെതിരെ വാദിക്കുകയാണ്. നയതന്ത്ര ഇടപെടലുകളിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും മാത്രമേ സുസ്ഥിരമായ സുരക്ഷ കൈവരിക്കാനാകൂ എന്ന തിരിച്ചറിവിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇസ്രായേൽ ജനറൽമാരുടെ വാദഗതികൾ.